ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു സ്റ്റാൻഡാണ് കേട്ടോ. ഇത് ശരിക്കും ഒരു മൾട്ടി പർപ്പസ് യൂസേജുള്ള ഒരു സ്റ്റാൻഡാണ്. നമുക്കിതൊരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് ആയിട്ട് യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം. അതും അല്ലെങ്കിൽ എന്തെങ്കിലും ഡെക്കോർ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ടേബിൾ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യില്ലേ, അങ്ങനെ യൂസ് ചെയ്യാം. അതും അല്ലെങ്കിൽ നമുക്കിത് കേക്ക് സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. കേക്ക് സെർവ് ചെയ്യാൻ, അതുപോലെ കപ്പ് കേക്ക് സെർവ് ചെയ്യാനൊക്കെ ഒരു ഫംഗ്ഷന് കപ്പ് കേക്ക് സെർവ് ചെയ്യുക, അങ്ങനെയുള്ള ഉപയോഗത്തിനൊക്കെ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ നമ്മൾ ഇതിൽ വെക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു വൈറ്റ് പ്ലേറ്റ് ഉണ്ടല്ലോ, അത് വെക്കണ്ട, അതില്ലാതെ നമുക്ക് വെക്കാം. ഇനി കപ്പ് കേക്കും കേക്കും ഒക്കെയാണ് നമ്മൾ വെക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഈ ഒരു വൈറ്റ് പ്ലേറ്റ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കപ്പ് കേക്കും കേക്കും ഒക്കെ നമ്മളിതിൽ സെർവ് ചെയ്യുക. ഇനിയിപ്പോൾ ഒരു സ്റ്റാൻഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് മെറ്റീരിയൽ വന്നിട്ട്, ഇതുപോലെ ഗോൾഡൻ കളറിൽ നല്ല പ്രീമിയം ലുക്കിലുള്ള ഒരു സ്റ്റാൻഡാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുപോലെ നല്ല ക്വാളിറ്റിയും ഉണ്ട്. അതുപോലെ ഈ ഒരു സ്റ്റാൻഡിന് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 281 രൂപയായിരുന്നു. ഇപ്പം പ്രൈസ് വന്നിട്ട് 260 രൂപയുള്ളൂ. 260 രൂപക്കൊക്കെ എന്തായാലും വേർത്തായുള്ള പ്രൊഡക്റ്റാണ്. കാരണം നമ്മൾ സാധാരണ ഷോപ്പിലൊക്കെ പോയിട്ട് ഒരു കേക്ക് സ്റ്റാൻഡ് വാങ്ങുകയെന്നുണ്ടെങ്കിൽ നല്ല പ്രൈസ് ആവും കേട്ടോ. ഈ ഒരു എമൗണ്ടിനും നമുക്ക് എന്തായാലും കിട്ടില്ല. അപ്പം 260 രൂപക്ക് എന്തായാലും വേർത്തായുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ വെച്ചാൽ എന്നും പറയുന്നത് പോലെ തന്നെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ടോ. അതുപോലെ ഒരു കാര്യം പറയട്ടെ, ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അതുപോലെ വീഡിയോക്ക് ലൈക്കും ഷെയറും ഒന്ന് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് ഈ ഒരു പോട്ടാണ് കേട്ടോ. നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു അടിപൊളി പോട്ട്സാണ്. 5 വരുന്ന ഒരു സെറ്റായിരുന്നു കേട്ടോ. പ്ലാസ്റ്റിക്കാണ് നല്ല ഹൈ ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ്. പെട്ടെന്ന് പൊട്ടി പോകുന്നില്ല. നമ്മളിങ്ങനെ ബെൻഡാവുന്ന ടൈപ്പുള്ള പ്ലാസ്റ്റിക് ഇല്ലേ, കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ടൈപ്പ് പ്ലാസ്റ്റിക്കാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. 5 ഒരു സെറ്റാണ്, ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുന്നത്. ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ് വെക്കാനും ഔട്ട്ഡോർ പ്ലാന്റ് വെക്കാനും ഒക്കെ പറ്റും കേട്ടോ. സ്റ്റെയർ കേസിലൊക്കെ ഇതുപോലെ പോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒരുപോലുള്ള പോട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ സ്റ്റെയർ കേസിലൊക്കെ ചെടി വെക്കില്ല, അപ്പോൾ അതിനൊക്കെ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പോട്ട് വാങ്ങിക്കുന്ന സമയത്ത് 285 രൂപയായിരുന്നു കേട്ടോ 5. ഇപ്പം പ്രൈസ് വന്നിട്ട് 273 രൂപയുള്ളൂ. അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ. ഞാൻ മീഷോയിൽ ഫോട്ടോ കണ്ട ടൈമിൽ ഞാൻ വിചാരിച്ച ചെറിയ പോട്ടായിരിക്കും കേട്ടോ. നമ്മുടെ കൈയിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന രീതിയിലുള്ള ചെറിയ ടൈപ്പില്ലേ, അതിൽ ഫോട്ടോ കണ്ടാൽ നമുക്ക് അങ്ങനെ കേട്ടോ തോന്നുന്നു. പക്ഷേ കൈ കിട്ടിയപ്പോൾ നല്ല വലുപ്പമുണ്ട് കേട്ടോ. വലുപ്പം നമ്മുടെ ഒരു കൈയിൻ്റെ അത്രയും വലുപ്പം തന്നെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഇത്രയും വലിപ്പമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല 5 കളേഴ്സിലും ഉണ്ട് വരുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് ഈ ഒരു കണ്ടെയ്നേഴ്സാണ് കേട്ടോ. 6 വരുന്നൊരു കണ്ടെയ്നേഴ്സാണ്. എയർ ടൈറ്റ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതും നല്ല സൂപ്പർ ക്വാളിറ്റി വരുന്നതാണ് കേട്ടോ. 1 ലിറ്ററാണ് കപ്പാസിറ്റി. നല്ലൊരു ഷേപ്പിലാണ് കേട്ടോ ഈ ഒരു കണ്ടെയ്നേഴ്സ് വരുന്നത്. നമ്മൾ ഇതുവരെ അങ്ങനെ കാണാത്ത ടൈപ്പിലുള്ളൊരു ഷേപ്പിലാണ്. അതുപോലെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ ഒരു എഡ്ജൊക്കെ കണ്ടില്ല, നല്ല തിക്നെസ്സിലാണ് വരുന്നത്. നല്ല ഫിനിഷിങ്ങും ഉണ്ട് കേട്ടോ ഓരോ കണ്ടെയ്നേഴ്സിനും. അതുപോലെ ലിഡൊക്കെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡാണ്. വാഷറൊക്കെ കൊടുത്തിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡാണ് കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വരുന്നത്. ഇതിങ്ങനെ ഒരുപോലെ നമ്മൾ കിച്ചൺ റാക്കിലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതിലിങ്ങനെ കിച്ചൺ പ്രൊഡക്റ്റൊക്കെ ഇട്ട് വെച്ചാൽ നമുക്ക് കാണുകയും ചെയ്യാൻ പെട്ടെന്ന്. അതുപോലെ അതായത് യൂസ് ചെയ്യാനും എളുപ്പമാണ്, കാണാനും നല്ല ഭംഗിയാണ് എന്നാട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു കണ്ടെയ്നേഴ്സിന് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 232 രൂപയായിരുന്നു കേട്ടോ, 6 കണ്ടെയ്നേഴ്സിനും കൂടെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ 12 സെറ്റ് വരുന്നതും 6 സെറ്റ് വരുന്നതും ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ 1 ലിറ്ററാണ് കപ്പാസിറ്റി. അപ്പോൾ 232 രൂപക്കൊക്കെ എന്തായാലും നല്ല വർത്തായുള്ള പ്രൊഡക്റ്റാണ്. നല്ല അടിപൊളി പ്രൊഡക്റ്റുമാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ടേ. അടുത്ത പ്രൊഡക്റ്റ് ഒരു സൂപ്പർ പ്രൊഡക്റ്റാണ്. ഇതൊരു കിച്ചൺ ഷെൽഫാണ് കേട്ടോ. നമുക്കിത് വാളിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഷെൽഫാണ്. ഇപ്പോൾ വാളിൽ ഫിക്സ് ചെയ്യണമെന്ന് താല്പര്യമില്ലാത്തവർക്ക് ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ വെച്ച് യൂസ് ചെയ്യാം. നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ഷെൽഫാണ് കേട്ടോ. ഇത് വുഡനാണ്. വുഡനിൽ ഇതുപോലെ പുറമെ ഇതുപോലെ നല്ല ഫിനിഷിങ്ങും കോട്ടിങ്ങും ഒക്കെ കൊടുത്തിട്ടുള്ള കണ്ട ടൈല് പോലെ ഇരിക്കുന്ന ഷെൽഫാണ് കേട്ടോ.
വാളിൽ ഫിക്സ് ചെയ്യാനുള്ള ഒരു ഹുക്കും സംഭവങ്ങളൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മീഷോന്ന് വാങ്ങിക്കുന്ന ടൈമിൽ ഇതിങ്ങനെ സെപ്പറേറ്റ് ഓരോ പീസായിട്ടാണ് നമുക്ക് കിട്ടുക. അതിന് ശേഷം നമ്മൾ കൈ കിട്ടിയതിന് ശേഷം അത് സ്ക്രൂ ചെയ്തിട്ട് ജോയിൻറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും കേട്ടോ. ഇതുപോലെ ഇതാ ഇങ്ങനെ നമ്മൾ ബോട്ടിൽസൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വൈറ്റ് കളറും കൂടി ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ഷെൽഫിന് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് പ്രൈസ് വന്നിട്ട് 496 രൂപയായിരുന്നു കേട്ടോ. ഇപ്പോൾ പ്രൈസ് 445 ആയിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് കിച്ചണിൽ കൂടുതൽ ഷെൽഫും കിച്ചൺ റാക്കും ഒന്നും ഇല്ലാത്തവർക്ക് ഭയങ്കര ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അടുത്ത പ്രൊഡക്റ്റ്, ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് നമ്മൾ ബട്ടറൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ബോക്സാണ് കേട്ടോ. ഇതും ഭയങ്കര ഉപകാരപ്രദമാണ് കേട്ടോ. ബട്ടർ സാധാരണ നമ്മൾ ബട്ടർ ബോക്സിൽ വെച്ചാലൊക്കെ അത് എടുക്കുമ്പോൾ ബോക്സ് ഭയങ്കരമായിട്ട് മെസ്സിയായിട്ട് തോന്നാറില്ല. അപ്പോൾ ഇതുപോലെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ബട്ടർ നല്ല ക്ലീനായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുക. ഈ ഒരു പ്ലേറ്റിലാണ് കേട്ടോ ബട്ടർ വെക്കുക. എന്നിട്ട് അതിൻ്റെ ഈ ഒരു ബോക്സ് പോലെ ഇരിക്കുന്ന സംഭവം കൊണ്ട് അടച്ചു വെക്കാണ്ട് ചെയ്യുക. അപ്പോൾ അതിന് നല്ല ഇളകി പോവാതെ അടഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതിൻ്റെ സൈഡിലുണ്ട്. ഇതിൽ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് കൊടുത്താൽ പിന്നെ ഇളകി പോകുന്നില്ല. നമുക്ക് ഫ്രിഡ്ജിലാണെങ്കിലും ഇപ്പോൾ പുറത്താണെങ്കിലും ആവശ്യം കഴിഞ്ഞിട്ട് എടുത്തു വെക്കാനൊക്കെ നല്ല ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വാട്ടർ ബോക്സിന് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 126 രൂപയായിരുന്നു, ഇപ്പോൾ 114 രൂപയുള്ള. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ നിർത്തുന്നത് മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മുടെ എല്ലാ വീഡിയോൻ്റെ താഴെ കമൻറ്റിൽ വരുന്നതാണ് കേട്ടോ ഈ ഒരു സ്പൂണിട്ട് വെക്കുന്ന ഈ ഒരു സ്പൂൺ ഹോൾഡർ ഉണ്ടല്ലോ, അതിൻ്റെ ലിങ്ക് തരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ടോ. അപ്പോൾ എന്നും പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ